നമ്മുടെ ചാനൽ കാണുന്ന ഭൂരിഭാഗം പേരും പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. കുറേ കാലം മുൻപ് ആർട്ട് ലൈൻ പെൻസിലിനെ കുറിച്ച് നമ്മളൊരു റിവ്യൂ ചെയ്തപ്പോൾ അത് ഒരുപാട് പേര് കാണുകയും ആ പെൻസിൽസ് വാങ്ങിച്ച് യൂസ് ചെയ്ത് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഈ അടുത്താണ് ആർട്ട് ലൈൻ പെൻസിലിനൊരു ഇഷ്യൂ വന്നത്. അത് 8B 6B പോലുള്ള പെൻസിലുകൾക്ക് വേണ്ടത്ര ഡാർക്ക്നെസ് കിട്ടുന്നില്ല എന്നുള്ള ഇഷ്യൂ ആയിരുന്നു. അതിനുശേഷം എല്ലാവരും സ്റ്റെഡ്ലറിലേക്ക് മാറുകയാണ് ചെയ്തത്. പക്ഷേ സ്റ്റെഡ്ലർ എന്ന് പറയുന്നത് കുറച്ച് നല്ല ക്യാഷ് കൊടുത്താൽ മാത്രം വാങ്ങാൻ കിട്ടുന്ന പെൻസിലാണ്. നോർമൽ നമ്മുടെ ആർട്ട് ലൈൻ്റെയോ ഫേബർ കാസ്റ്റലിൻ്റെയോ പോലെയല്ല, കുറച്ച് കോസ്റ്റ്ലിയാണ് സ്റ്റെഡ്ലർ പെൻസിലുകൾക്ക്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആ ഒരു ആർട്ട് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് വന്നു. ആർട്ട് ലൈന് പകരക്കാരൻ ആരാണ്, ആർട്ട് ലൈന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മീഡിയം റേഞ്ച് ക്വാളിറ്റി പെൻസിൽ ഏതൊക്കെയാണ്, അതിൻ്റെ ഉത്തരം അന്വേഷിച്ച് ഞാൻ ഒരുപാട് അലഞ്ഞു. ഇപ്പോൾ ഉത്തരം കിട്ടി എന്നാണ് തോന്നുന്നത്. അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബ്രിസ്റ്റോ എന്നുള്ള ബ്രാൻഡിൻ്റെ ആർട്ടിസ്റ്റ് ഗ്രേഡ് കളർ പെൻസിലുകൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള കളർ പെൻസിലായിരുന്നു. ആ ഒരു റേഞ്ചിൽ ഏകദേശം 2000-ന് താഴെ വില വരുന്ന റേഞ്ചിൽ നല്ല ക്വാളിറ്റിയുള്ള ബെസ്റ്റ് കളർ പെൻസിൽസ് ആയിരുന്നു. അതേസമയം മാർക്കറ്റിൽ വന്നൊരു ഐറ്റമാണ് ഈ കാണുന്ന ബ്രിസ്റ്റോ എന്നുള്ള ബ്രാൻഡിൻ്റെ ഫൈൻ ആർട്ട് ഗ്രാഫൈറ്റ് പെൻസിൽസ്. അപ്പോൾ ഈ ഒരു പെൻസിൽ സെറ്റ് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, ഇതിൻ്റെ പെൻസിൽസ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി ഫുള്ളായിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ബ്രിസ്റ്റോ എന്നുള്ള ബ്രാൻഡിൻ്റെ ഫൈൻ ആർട്ട് ഗ്രാഫൈറ്റ് സെറ്റ്. ഇത് 12 പെൻസിൽസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഗ്രാഫൈറ്റ് പെൻസിൽസാണ്. 339 രൂപയാണ് ഈ പെൻസിൽ സെറ്റിൻ്റെ MRP റേറ്റ് വരുന്നത്. ഒരു മെറ്റാലിക് ബോക്സിലാണ് വരുന്നത്. സംഭവം നൈസാണ്. ബോക്സിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ വരുന്ന പെൻസിൽസ് 2H, H, HB, B, 2B, 3B, 4B, 5B, 6B, 7B, 8B, 10B ഇത്രയും പെൻസിൽസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 12 പെൻസിൽസ് ഉണ്ട്. ഇനി ഈ ബോക്സ് ഒന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പെൻസിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ പെൻസിലിനും നല്ലൊരു ഡിസൈൻ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വുഡ് ക്വാളിറ്റി ഒക്കെ ഒരുവിധം ടോപ്പ് ക്വാളിറ്റി എന്ന് പറയാനില്ല, ഒരുവിധം മോശമില്ലാത്ത ക്വാളിറ്റി. അത്രയധികം വെയിറ്റ് തോന്നുന്നില്ല പെൻസിലിന്. അത് പെൻസിൽ എടുത്തപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എൻഡ് ക്ലോസ്ഡ് ആണ്. ഇതിൽ 2H എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലും 2H എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പെൻസിലിലും അതിൻ്റെ ബാക്കിൽ ആ പെൻസിലിൻ്റെ ഗ്രേഡ് എഴുതിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ഡിസൈനൊക്കെ കൊള്ളാം പെൻസിലിൻ്റെ. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം 2H പെൻസിൽ വെച്ച് നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ട്. ചെറുതല്ല, നന്നായിട്ടൊരു ഫ്രിക്ഷൻ ഉണ്ട് പെൻസിലും പേപ്പറും തമ്മിൽ. പെൻസിൽ നല്ല ഹാർഡാണ്, ഭയങ്കര റഫായിട്ടാണ്. ഇപ്പോൾ ഞാൻ ആ ഒരു ഷെയ്ഡ് ഫീൽ ചെയ്യുന്നത് ഭയങ്കര റഫായിട്ടാണ്. അതാണ് 2H എന്നുള്ള പെൻസിൽ. കളറ് കറക്റ്റാണ്, കറക്റ്റ് 2Hൻ്റെ ആ ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് പെൻസിൽ H എടുത്ത് നോക്കാം. ആ ഒരു ഗ്രാജുവലി ഷെയ്ഡ് മാറ്റമുണ്ട്, പക്ഷേ Hനും പേപ്പറായിട്ട് നല്ലൊരു ഫ്രിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പെൻസിൽ കയ്യിൽ പിടിക്കുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. നമുക്ക് അടുത്ത പെൻസിൽ HB ആണ് എടുക്കുന്നത്. HBയിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി ഫ്രിക്ഷൻ കുറഞ്ഞു. പെൻസിലും പേപ്പറും തമ്മിലുള്ള ആ ഒരു ഫ്രിക്ഷൻ കുറയുന്നതായിട്ടൊന്ന് ഫീൽ ആവുന്നുണ്ട് HB. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഈ പെൻസിലിൻ്റെ ഗ്രേഡ് ഈ വാല്യൂസ് വെച്ചിട്ടാണ് പറയുന്നുണ്ടാവുക. H ഉണ്ടാവും, B ഉണ്ടാവും. H എന്ന് പറഞ്ഞാൽ ഹാർഡ്നെസ്, B എന്ന് വെച്ചാൽ ബ്ലാക്ക്. അപ്പോൾ Hൻ്റെ വാല്യൂ കൂടുന്നതോറും പെൻസിൽ ഹാർഡായിട്ട് വരും. 1H, 2H, 3H എന്ന് പറയുമ്പോൾ പെൻസിൽ ഹാർഡായി വരും. ഹാർഡായി വരുന്തോറും പെൻസിൽ ലൈറ്റായിട്ട് വരും. പെൻസിലിൻ്റെ ആ ഒരു കളറ് ലൈറ്റായിട്ട് വരും. ഇനി ബിയുടെ വാല്യൂ കൂടുന്തോറും, ബി എന്ന് വെച്ചാൽ ബ്ലാക്കാണ്, ബിയുടെ വാല്യൂ കൂടുന്തോറും പെൻസിൽ ഡാർക്കായിട്ട് വരും. അതോടൊപ്പം തന്നെ പെൻസിൽ സോഫ്റ്റായിട്ട് വരും. അതായത് HBനേക്കാളും ഡാർക്കായിരിക്കും 6B എന്ന് പറയുന്ന പെൻസിൽ, HBനേക്കാളും സോഫ്റ്റ് ആയിരിക്കും 6B എന്ന് പറയുന്ന പെൻസിൽ. ഇപ്പോൾ 6B പെൻസിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു നെയിം വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ HB ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2B ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 2Bയിലേക്ക് വന്നപ്പോൾ ഡിഫറൻസ് ഉണ്ട്, പെട്ടെന്ന് ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഈ 3 പെൻസിലും പേപ്പറിൽ നല്ല ഫ്രിക്ഷൻ ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 2B എടുത്ത സമയത്ത് ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. 2B കുറച്ചും കൂടി സ്മൂത്താണ്. അടുത്തത് നമ്മൾ എടുക്കുന്നത് 3B എന്നുള്ള പെൻസിലാണ്. HB കഴിഞ്ഞിട്ട് B എന്നുള്ള പെൻസിലും കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ ഇവിടെ B എന്നുള്ള പെൻസിൽ ഇവിടെ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ 3B നല്ല ഡിഫറൻസ് ഉണ്ട്. 2Bന്ന് 3Bയിലേക്കുള്ള ജമ്പ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ആ ഒരു ഡാർക്ക്നെസ് കറക്റ്റായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെൻസിൽ സോഫ്റ്റ് ആവുന്നുണ്ട്, നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് 3B എന്ന് പറയുന്ന പെൻസിൽ. ഇനി വരുന്നത് 4B ആണ്. ഗ്രാജുവലി പെൻസിൽ ഡാർക്കായി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് ഒരേ ഒരു കുഴപ്പമേ ഇതുവരെ തോന്നിയിട്ടുള്ളൂ.
H2H എന്നുള്ള പെൻസിൽസ് വളരെയധികം റഫാണ്. പേപ്പറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെയധികം ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നുണ്ട്. ഒരു സ്മൂത്ത്നെസ് ഇല്ല, ആ ഒരു വിഷയമാണുള്ളത്. ഇപ്പോൾ ഈ ഒരു HB അങ്ങോട്ട് മുകളിലേക്ക് വന്നപ്പോൾ നല്ല മാറ്റം കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് 4B. ഞാൻ മാക്സിമം സെയിം പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി 5B ആണ്. ഈ 3B 5B ഒക്കെ നോർമലി നമ്മൾ വാങ്ങുന്ന പെൻസിൽ സെറ്റിൽ കിട്ടാറില്ല. നോർമലി പെൻസിൽ സെറ്റിലുള്ളത് ഇപ്പോൾ 6 പെൻസിലിൻ്റെ സെറ്റാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 2B 4B 6B 8B 10B എന്നുള്ള റേഞ്ചൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 3Bയും ഒക്കെ അവൈലബിൾ ആണ്, 3Bയും 5Bയും ഒക്കെ അവൈലബിൾ ആണ്. അടുത്തത് 6B ആണ്. 6Bയിലേക്ക് വന്ന സമയത്ത് നമുക്ക് നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. 6B നല്ല സ്മൂത്താണ്. അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക്നെസ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ ഒരു 6B കുറച്ചും കൂടി നല്ല രീതിയിൽ ഡാർക്കാണ് പെൻസിൽ. നമ്മൾ മുൻപ് പെൻസിൽസിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് ക്യാമലിനും അതുപോലെ തന്നെ ഫേബർ കാസിലൊക്കെ ഈ ഒരു ഗ്രാജുവലായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ നമുക്ക് വിജയിച്ചത് ആർട്ട് ലൈൻ തന്നെയായിരുന്നു. അപ്പോൾ അന്ധകാലത്ത് ആർട്ട് ലൈൻ എന്ന് പറയുന്നത് ആ സമയത്ത് 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 60 രൂപയ്ക്ക് 6 ഷെയ്ഡിങ് പെൻസിൽ കിട്ടുകയെന്ന് പറയുന്നത്, 6 നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്മൂത്ത്നെസ് ഉള്ള ആ ഒരു ഗ്രാജുവലായിട്ട് ഷെയ്ഡ് ഡിഫറൻസ് ഉള്ള ആ ഒരു പെൻസിൽ കിട്ടുകയെന്ന് പറയുന്നത് വളരെ ഒരു നല്ല വാല്യൂ ഉള്ള പെൻസിൽസ് ആയിരുന്നു. പിന്നെ ആർട്ട് ലൈൻ നമുക്ക് ഇഷ്യൂസ് കണ്ടു തുടങ്ങി. ഒരുപാട് പേര് നമ്മുടെ വീഡിയോൻ്റെ അകത്ത് തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർട്ട് ലൈൻ ചില പാക്കറ്റിൽ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 6B എന്ന് പറയുന്നത് വാങ്ങുന്ന പെൻസിൽ HBയുടെ അത്ര പോലും ഡാർക്ക് ആവുന്നില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെയാണ് ഞാൻ സ്റ്റെഡ്ലറിലേക്ക് മാറിയത്. സ്റ്റെഡ്ലർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്യാഷ് കൂടുതലുള്ള പെൻസിലാണ്, പക്ഷേ സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പോൾ ആർട്ട് ലൈൻ ഒരു എതിരാളി ഇല്ലാതിരിക്കുന്ന സമയമാണ് ഇത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്കാണ് നമ്മുടെ ബ്രിസ്ട്രോ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിരിക്കും ബ്രിസ്ട്രോൻ്റെ ആ ഒരു റേഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 8B ആണ് ഇപ്പോൾ ഞാൻ ചെയ്തത്, 7B അതിന് മുമ്പ് ചെയ്തു. ഇനി നമുക്ക് 10B ലാസ്റ്റ്. എന്താണ് ആ 10Bയുടെ കളർ നിങ്ങളൊന്ന് കാണണം. 10B നല്ല രീതിയിൽ ഡാർക്കാണ്. ഇവിടെ ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്യുന്നത് ആ പെൻസിലിൻ്റെ ഒരു സ്മൂത്ത്നെസ്സാണ്. പക്ഷേ ആ പെൻസിലിന് കുറച്ചും കൂടി ഒരു വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റെഡ്ലർ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് സ്റ്റെഡ്ലറിന് വലിയ ഡിഫറൻസ് ഇല്ല കേട്ടോ. നമ്മൾ ഒരുപാട് പടങ്ങൾ വരയ്ക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. ആക്ച്വലി സ്റ്റെഡ്ലറിന് ചെറിയൊരു വെയിറ്റ് ഉണ്ട്, ആ ഒരു വുഡ് ക്വാളിറ്റി കൊണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ് എനിക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്മൂത്ത്നെസ്സൊക്കെ നല്ല സുഖമുണ്ട് ബ്രിസ്ട്രോൻ്റെ. 10B ആണത്. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ആ ഒരു ഷെയ്ഡിൻ്റെ ഗ്രാജുവലായിട്ടുള്ള മാറ്റം. അത് നമുക്ക് പെൻസിൽസ് ഉപയോഗിച്ച് ഡിഫറൻറ്റ് ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ടെസ്റ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ നേരത്തെ പറഞ്ഞ ബ്രാൻഡ്സ് ഉണ്ട്. ആർട്ട് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെഡ്ലർ ഉണ്ട്, ക്രെട്ട കളർ ഗ്രാഫൈറ്റ് പെൻസിലുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആർട്ട് ലൈൻ്റെ 8B ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് ഡിഫക്റ്റ് ഉണ്ടായ പാക്കറ്റിൽ 8B ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആർട്ട് ലൈൻ ചില പാക്കറ്റ് ഡിഫക്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഞാൻ അന്ന് പുതുതായിട്ട് വാങ്ങിച്ചതായിരുന്നു നമ്മുടെ വീഡിയോ ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു ആ പാക്കറ്റിൽ 8B ആണ്. കണ്ടോ? അപ്പോൾ ആ ഡിഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 8B ആർട്ട് ലൈൻ എല്ലാത്തിലും ഇഷ്യൂസ് ഇല്ല. ചിലർക്ക് വാങ്ങുമ്പോൾ ലോട്ടറി അടിച്ച് ഇതുപോലെ ഇഷ്യൂ വരുന്നതാണ്. ചില പാക്കറ്റിൽ ഇഷ്യൂസ് ഇല്ല, അതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് ക്രെട്ട കളറിൻ്റെ 8B ഒന്ന് ട്രൈ ചെയ്യാം. ക്രെട്ട കളറും ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിനോട് ഏകദേശം സിമിലർ തന്നെയാണ് ക്രെട്ട കളർ വരുന്നത്. ഇതാണ് ക്രെട്ട കളറിൻ്റെ 8B വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ടോപ്പ് ക്വാളിറ്റി എന്ന് പറയുന്ന സ്റ്റെഡ്ലറിൻ്റെ 8B ട്രൈ ചെയ്യാം. നിങ്ങളിത് കാണുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആ സ്റ്റെഡ്ലർ പെൻസിൽ കളർ ഫില്ല് ചെയ്യുന്നൊരു രീതിയുണ്ട്. കണ്ടോ? ഇവിടെ നമുക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കൂടുതൽ വൈറ്റ് ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കളർ ഈവനായിട്ട് ഫില്ലായി ആ പേപ്പറിൽ. അതാണ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പെൻസിൽ എന്ന് പറയുന്നത്. ഇതും സ്റ്റെഡ്ലറിൻ്റെ 8B പെൻസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്യാഷ് കൂടുന്തോറും പെൻസിലിന് നമ്മൾ മുടക്കുന്ന ക്യാഷ് കൂടുന്തോറും അതിൻ്റെ 8Bയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ്. ഇതുപോലെ എല്ലാ ഷെയ്ഡ്സിലും ഡിഫറൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ ടോപ്പ് ബ്രാൻഡ് ഇപ്പോഴും സ്റ്റെഡ്ലർ തന്നെയാണ്, അതിലൊരു ഇഷ്യൂ ഇല്ല. പക്ഷേ മീഡിയം റേഞ്ചിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ബ്രിസ്ട്രോ വാങ്ങാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും റിസ്ക് എടുത്ത് ഒരു ആർട്ട് ലൈൻ പെൻസിൽ സ്റ്റിൽ ബ്രിസ്ട്രോനേക്കാൾ ഇപ്പോൾ വില കുറവാണ്. എന്തായാലും 70 രൂപയ്ക്ക് 6 പെൻസിൽ സെറ്റ് കിട്ടും. പക്ഷേ ഇതുപോലുള്ള ഇഷ്യൂസ് ചില പാക്കറ്റിനുണ്ട്. ഇപ്പോഴും എൻ്റെ ആ വീഡിയോയിൽ കമൻറ്റ് വരുന്നുണ്ട്, ഇപ്പോഴും വാങ്ങുന്ന പാക്കറ്റ്സിൽ ഇഷ്യൂ ഉണ്ടെന്ന്. അങ്ങനെ ഒരുപാട് പേര് സ്റ്റെഡ്ലറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു.
പക്ഷേ സ്റ്റെഡ്ലറിൻ്റെ പ്രൈസ് അത്ര അഫോർഡബിൾ അല്ല. ആക്ച്വലി കുറച്ച് ഹയർ റേഞ്ചാണ് സ്റ്റെഡ്ലറിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അതുമൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റായിരിക്കും നമ്മുടെ ബ്രിസ്ട്രോൻ്റെ. ഇനി ഇതിൻ്റെ കൺക്ലൂഷൻ ഞാൻ പറയാം. 339 രൂപയ്ക്ക് ഒരു മെറ്റാലിക് ബോക്സിൻ്റെ അകത്ത് 12 ഷെയ്ഡ്സുള്ള ഗ്രാഫൈറ്റ് പെൻസിൽസാണ്. 2H മുതൽ 10B വരെയുള്ള ഗ്രാഫൈറ്റ് പെൻസിൽസാണുള്ളത്. അപ്പോൾ അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഒരുവിധം മോശമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. ഒരു വാവ് ഫാക്ടറിനൊന്നും തോന്നാനില്ല. പക്ഷേ നമ്മുടെ പണ്ടത്തെ ആർട്ട് ലൈൻ എങ്ങനെയാണോ ആ ഒരു ക്വാളിറ്റി നമുക്ക് തോന്നി. നല്ല സ്മൂത്തായിട്ടുള്ള പെൻസിൽസാണ്. നല്ല ഡാർക്കായിട്ടുള്ള പെൻസിലിന് അത്രയും ഡാർക്ക്നെസ് ഉണ്ട്. 2H പെൻസിൽസിനൊക്കെ ആ ഒരു ലൈറ്റ്നെസ് ഉണ്ട്. എല്ലാ പെൻസിൽസിനും ഗ്രാജുവലി അതിൻ്റേതായ ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട്. അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൊടുത്ത ക്യാഷ് നഷ്ടമാകാതെ വാങ്ങാൻ സാധിക്കുന്ന ഒരു സെറ്റാണ് ബ്രിസ്ട്രോൻ്റെ ഫൈൻ ആർട്ട് ഗ്രാഫൈറ്റ് പെൻസിൽസ്. ഒരിക്കലും ഇതൊരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ അല്ല. എന്തെങ്കിലും മോശം ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഞാൻ മോശം ക്വാളിറ്റി ആണെന്ന് തന്നെ പറയും. സ്റ്റെഡ്ലറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്റ്റെഡ്ലറിൻ്റെ അത്രയും വുഡ് ക്വാളിറ്റി ഇല്ല. സ്റ്റെഡ്ലർ പെൻസിലിന് ചെറിയൊരു വെയിറ്റുള്ള പോലെ തോന്നുന്നത്. അത് പിടിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു പെൻസിലിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. അത്രയും വുഡ് ക്വാളിറ്റി അത്ര ഇല്ലയെന്ന് തോന്നി. അതുപോലെ തന്നെ വരയ്ക്കുന്ന സമയത്ത് രണ്ടും ഏകദേശം സിമിലറാണ്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് സ്റ്റെഡ്ലർ തന്നെയാണ്. സ്റ്റെഡ്ലർ കുറച്ച് റേറ്റ് കൂടുതലുള്ള പെൻസിലാണ്. അപ്പോൾ ഒരു മീഡിയം റേഞ്ചിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന പെൻസിലാണ് ബ്രിസ്ട്രോൻ്റെ ഫൈൻ ആർട്ട് ഗ്രാഫൈറ്റ് പെൻസിൽസ്. ഇനി നിങ്ങൾ ഈ പെൻസിൽ വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ റിവ്യൂസ് ഈ വീഡിയോൻ്റെ താഴെ തന്നെ ഇടാം. നിങ്ങളിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ താഴെ ഇടാം. കാരണം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്തത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഓരോരുത്തർ യൂസ് ചെയ്യുമ്പോൾ അവരുടേതായ രീതിയിൽ കാഴ്ചപ്പാടിൽ പല റിവ്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി പുതുതായിട്ട് വാങ്ങാൻ പോകുന്നവർക്ക് ആ ഒരു റിവ്യൂസ് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ആർട്ട് ലവേഴ്സ് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഡിസ്കൗണ്ട് റേറ്റിൽ ആർട്ട് മെറ്റീരിയൽ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഹാപ്പി ന്യൂസും കൂടി ഷെയർ ചെയ്യാണ്. നമ്മുടെ ക്രാഫ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്ന കൊച്ചിയിൽ ഭാരതമാതാ കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള ആർട്ട് ഷോപ്പ് കുറച്ചും കൂടി ബിഗ്ഗർ ആക്കിയിട്ടുണ്ട്. ഒരുപാട് മെറ്റീരിയൽസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഹാപ്പിനെസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവർ ഡിസ്കൗണ്ട് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് മെറ്റീരിയൽ എടുത്താലും ഫ്ലാറ്റ് 10 മുതൽ 20% ഓഫാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഫർ പീരീഡ് ഫെബ്രുവരി 28 മുതൽ മാർച്ച് 5 വരെയാണ്. അതോടൊപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങുകയാണെങ്കിൽ 1000 രൂപയ്ക്ക് മുകളിലുള്ള മെറ്റീരിയൽസിന് ഫ്രീ ഷിപ്പിംഗ് ഇൻസൈഡ് കേരള അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ പോസ്റ്ററിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് മെറ്റീരിയൽസ് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഓഫറിൽ സാധനങ്ങൾ വാങ്ങാനായിട്ടും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.